വികസിത ഭാരതം വികസിത കേരളം അതിനായി വികസിത പഞ്ചായത്ത് വികസിത വാർഡ് എന്ന ലക്ഷ്യം മുൻനിർത്തി ബി.ജെ.പി. മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശാ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഇടയാറ്റ് അധ്യക്ഷത വഹിച്ചു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ രാജു, വാർഡ് മെമ്പർമാരായ സിജു CS, ശ്രീജയ ടീച്ചർ, ഷീബ റാണി, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജി, ജില്ലാ സെക്രട്ടറി സുദീപ് നാരായണൻ, മണ്ഡലം സെക്രട്ടറി ദീപു, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് KC, സുരേഷ് ഹരിശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനങ്ങളെ വികസിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പൊ വികസിത കേരളം എന്ന് പറയുന്ന ഒരു കേരളം വികസിതമാകണമെങ്കിൽ ആ തലം എവിടുന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്? നമ്മുടെ വാർഡുകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബൂത്തുകളിൽ നിന്ന്. അപ്പൊ നമ്മുടെ ബൂത്തുകളിൽ നിന്ന് വികസനം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വികസിതം ഉണ്ടാവും. അപ്പൊ വികസിത മുത്തോലി ആണെങ്കിൽ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ 13 വാർഡായിരുന്നു. അത് ഒരു വാർഡ് കൂടി 14 വാർഡായി. നമ്മുടെ 14ാം വാർഡ് കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ വാർഡാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായത്, മുത്തോലി സൗത്ത്. അങ്ങനെ 14 വാർഡായ മുത്തോലി പഞ്ചായത്ത്. എന്റെയും നിങ്ങളുടെയും വീടിനടുത്തുള്ള ആളുകൾ അനീഷ് ആര്, അല്ലെങ്കിൽ രഞ്ജിത്ത് ആര്, അല്ലെങ്കിൽ ഹരികൃഷ്ണൻ ആര് എന്ന്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര്